Hello guys, welcome back to my channel. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് എയർപോർട്ടിന് തൊട്ടടുത്തുള്ള ഒരു വെള്ളച്ചാട്ടത്തിന്റെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ തന്നെ പഠിത്താണ് ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം വരെയുള്ളത് അറിഞ്ഞത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നല്ല ഭംഗിയാണ് ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ. നമ്മൾ ഇവിടുന്ന് നോക്കിയാൽ തന്നെ ഫ്ലൈറ്റ് പോകുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ കോളേജിൻ്റെ അടുത്തായിട്ടാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ഈ കോളേജിൻ്റെ ഉള്ളിലൂടെയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അത് കോളേജിൻ്റെ ബാക്ക് സൈഡാണ് ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട് പോർഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ EMA കോളേജ് കാണാൻ തന്നെ, അപ്പോൾ ഞാൻ ഏതായാലും ഇതിലൂടെ പോവുകയാണ്. അപ്പോൾ EMA കോളേജ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കോളേജാട്ടോ. ഇത് അതിൻ്റെ ലൈബ്രറിയാണ്. അപ്പോൾ ഇതാണ് കോളേജിൻ്റെ ഒരു ഫ്രണ്ട് പോർഷനാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എൻട്രിക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് കോളേജിൻ്റെ എൻട്രി. നമ്മൾ ഈ കോളേജിൻ്റെ എൻട്രി കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഇനി നേരെയാണ് നമുക്ക് പോകാനുള്ളത്. അത് ഞങ്ങൾ ഇതിലൂടെയാണ് അങ്ങോട്ട് പോകുന്നത്. നമുക്ക് റോഡ് വഴിയും പോരാ. നമുക്ക് ഈ റോഡിലൂടെ നമുക്ക് വണ്ടിയൊക്കെ എടുത്തിട്ട് വരാൻ പറ്റും. ഞങ്ങൾ കുറച്ച് ഷോർട്ട് കട്ടായിട്ടാണ് കോളേജിൻ്റെ ഉള്ളിലൂടെ പോകുന്നത്. നമ്മളിങ്ങനെ നേരെ പോകുമ്പോൾ നമുക്ക് റൺവേ ഒക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കാലിക്കറ്റ് എയർപോർട്ട് റൺവേ തൊട്ടടുത്തുനിന്ന് കാണാമെന്ന് പറഞ്ഞ്. ആ ഒരു വീഡിയോ ഞാൻ ചെയ്തത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ്. ഞാൻ കാണിച്ചു തരാം ആ ഭാഗം. അവിടെ നിന്നാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. അന്ന് നമ്മൾ അടിയിലേക്ക് ഇറങ്ങിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് നമുക്കല്ല ക്ലിയർ ആയിട്ട് ഫ്ലൈറ്റ് പോകുന്നതൊക്കെ കാണാൻ പറ്റും. ഇവിടുന്ന് നമുക്ക് നോക്കി അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കൊറോണ ഒക്കെ ആയിട്ട് ഫ്ലൈറ്റൊക്കെ കുറവാണ്. അതുകൊണ്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിലൂടെ എങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ആ റൺവേൻ്റെ അടിയിലൊരു വെങ്കുളം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ നിറച്ച വെള്ളമാണ്. അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് ഇതൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല കല്ലെടുത്തിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. സംഭവം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഞങ്ങളിവിടെ അടുത്താണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളും 2 ദിവസം മുന്നെയാണ് ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഇവിടെ ഉള്ളത് അറിഞ്ഞത്. ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമാണ്. അവിടുന്ന് ഇങ്ങനെ വരികയാണ് വെള്ളം. അപ്പോൾ ബ്രദറൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. അവൻ്റെ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ അവൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വരുന്നുണ്ട്. നമ്മൾ അപ്പുറത്തേക്ക് കിടക്കുകയാണ്. ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമാണ് കേട്ടോ. നമ്മൾ മുകളിലോട്ട് പോവാം. ഇതിപ്പോൾ നമ്മൾ റൺവേൻ്റെ ഒക്കെ അടുത്തായിട്ട് എത്തി. ഇതിൻ്റെ ആ മുകളിൽ ഭാഗത്താണ് റൺവേ. ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ അവിടേക്ക് വെള്ളം പോകുന്നത്, വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട്. അപ്പോൾ നമ്മൾ ഇനി വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെയൊക്കെ ഫുള്ള് അവിടുന്ന് ആ ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളമാണിത് ഫുള്ള്. നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. സംഭവം അവിടെ നിന്ന് ഇപ്പോൾ തന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന ടൈമിൽ തന്നെ ഒരു ഫ്ലൈറ്റ് പോകുന്നത് കണ്ടു. അപ്പോൾ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്നാണ് കണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മുകളിൽ നിന്ന് ഇതിലേക്ക് വെള്ളം വരികയാണ്.
ഇനി നമ്മൾ തിരിച്ചു പോവാണ്. ഇവിടെയൊക്കെ ഫുള്ള് അവിടുന്ന് വെള്ളം ഒഴുക്കി വരുന്നുണ്ട്. ഇനി നമ്മൾ തിരിച്ചു പോവുക. ഇവിടെ 2 റോഡായിട്ടുണ്ട്, നമുക്ക് 2 ഭാഗത്ത് കൂടെയും പോവാം കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം കെട്ടിക്കിടക്കാണ്. ഒരു കാട് പോലെ കേട്ടോ സംഭവം അവിടെ കണ്ടാൽ. അപ്പോൾ നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ആ റോഡ് ഭാഗത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇതിലൂടെ നമുക്ക് നമ്മൾ അന്ന് ഷൂട്ട് ചെയ്ത നമ്മൾ അന്നൊരു വീഡിയോ ചെയ്തിരുന്നു. ആ ഷൂട്ട് ചെയ്ത സ്ഥലത്തേക്ക് നമുക്ക് ഇതിലൂടെ പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലൈറ്റ് ഏതെങ്കിലും ലാൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് കുറച്ച് നേരം കാത്ത് നിന്ന് നോക്കി. അപ്പോൾ കൊറോണ ആയിട്ട് ഫ്ലൈറ്റൊക്കെ കുറവാണ്. പക്ഷേ ഫ്ലൈറ്റ് ലാൻഡിങ് ഒന്നും കിട്ടിയില്ല. ഇനി ഒരു ദിവസം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന വീഡിയോ കിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് അടിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഞാൻ നേരത്തെ കാണിച്ചതായിരുന്നു. പിന്നെ ഇവിടെ വേറൊരു സംഭവം കാണാനുണ്ട് വെച്ചിട്ട് ഇവിടെ വേറെ സംഭവം കാണാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിലൂടെ പോവാണ്. പക്ഷെ അതിലൂടെ പോയപ്പോഴാണ് ഇവിടെ ഫുള്ള് വെള്ളമാണ്. അപ്പോൾ ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ കഴിയൂല. ആ ഒരു ഭാഗത്ത് ഒരു സംഭവം കാണാനുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമായതുകൊണ്ട് അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി വെള്ളമില്ലാത്തൊക്കെ ടൈമിൽ നമുക്ക് വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. And thank you for watching my video.